വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു കേസീസ് ക്ലാസ്സസ്. കേസീസ് ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ഇപ്പൊ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി പുതുക്കിയ എക്സാം ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും ആ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom, BBA, MCom ഈ 3 കോഴ്സസിനും ഓൺലൈനായിട്ട് കോച്ചിങ്ങും അഡ്മിഷനും അസൈൻമെന്റ് സപ്പോർട്ടും എല്ലാതും പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് കുറച്ച് സമയം കൊണ്ട് തന്നെ എൻറ്റയർ സബ്ജക്റ്റ് നല്ല രീതിയിൽ പഠിപ്പിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷൻ പുതിയത് വന്നിട്ടുള്ളത്. 4 വർഷ UG, 3 വർഷ UG PG പ്രോഗ്രാമുകളുടെ 2025 എൻ സെമസ്റ്റർ പരീക്ഷകളുടെ പുനഃക്രമീകരിച്ച പരീക്ഷാ തീയതികൾ സംബന്ധിച്ച്. അപ്പോൾ താഴെ ഡീറ്റെയിൽസ് ഉണ്ട്. പുനഃക്രമീകരിച്ച ടൈം ടേബിൾ സർവകലാശാല വെബ്സൈറ്റിലും പഠിതാക്കളുടെ ലേണർ സപ്പോർട്ട് സെന്ററുകളിലും ഇതോടൊപ്പം പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. നിലവിൽ പരീക്ഷാ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയിട്ടുള്ളവർ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ടതില്ല. മുൻ ക്രമീകരിച്ച പരീക്ഷാ തീയതികൾക്കനുസൃതമായി എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡ് മുൻപ് ഡൗൺലോഡ് ചെയ്ത പഠിതാക്കളും പുതിയ എക്സാമിനേഷൻ അഡ്മിറ്റ് കാർഡ് 2025 ഏപ്രിൽ 1 ശേഷം വീണ്ടും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 2025 ഏപ്രിൽ 1 ശേഷം നിങ്ങൾ അഡ്മിറ്റ് കാർഡ് എക്സാമിനേഷന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ടതാണ് കേട്ടോ. ഓക്കെ, ഏപ്രിൽ 1 ശേഷം. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ടൈം ടേബിള്. ഫസ്റ്റ് സെമസ്റ്റർ ആദ്യം തന്നെ ഇത് UG പ്രോഗ്രാമിൻ്റെ BCom എല്ലാത്തിൻ്റെയും ഉണ്ട്. ടൈമിങ് നമുക്ക് മോർണിംഗ് ആണ് വരുന്നത്. 10 AM to 1 PM ആണ് വരിക. ചില എക്സാംസ് 12 മണി വരെ ഉള്ളൂ. നമുക്കറിയാം ചില എക്സാംസ് 2 മണിക്കൂറുള്ളൂ. അപ്പോൾ BA ഇംഗ്ലീഷ് ആദ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ BA മലയാളം, BA ഹിസ്റ്ററി. നമുക്ക് BComൻ്റെ ഡീറ്റെയിൽസിലോട്ടും BBAയുടെ ഡീറ്റെയിൽസിലോട്ടും ആദ്യം കിടക്കാം. ഇത് BB ആണ്, ബാച്ചുലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ. നോക്കിയേ, 6 തീയതിയാണ് നിങ്ങളുടെ ആദ്യത്തെ എക്സാം വരുന്നത്, പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ദെൻ അതിനുശേഷം 26 തീയതിയാണ് നെക്സ്റ്റ് എക്സാം വരുന്നത്. അപ്പോൾ അത്രത്തോളം ഗ്യാപ്പ്, 20 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട് സ്റ്റാറ്റിസ്റ്റിക്സിന്. ദെൻ അതിനുശേഷം പിന്നത്തെ എക്സാം വരുന്നത് മെയ് 4 തീയതിയാണ്, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. ഫൈനലി നിങ്ങളുടെ ലാസ്റ്റ് എക്സാം വരുന്നത് മൾട്ടി ഡിസിപ്ലിനറി 10 തീയതിയാണ്, ഹിസ്റ്റോറിക്കൽ ടൂറിസം. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് നിങ്ങളുടെ BBA. ദെൻ BCom ഫിനാൻസ് ആൻഡ് കോർപ്പറേഷൻ 6 തീയതി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഫസ്റ്റ് എക്സാം. ദെൻ 26 തീയതി പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. ദെൻ 4 തീയതി ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ. 10 തീയതി ഹിസ്റ്റോറിക്കൽ ടൂറിസം. ഇതാണ് BCom സ്റ്റുഡൻസിൻ്റെ വരുന്നത്. ഇനി നമുക്ക് BA ആണത്. നമുക്കിനി MComൻ്റെ ഡീറ്റെയിൽസിലോട്ട് നേരെ ഒന്ന് പോകാം. BA എക്കണോമിക്സ്, BA ഫിലോസഫി, സൈക്കോളജി, BA. ഓക്കെ, ഇനി നമുക്ക് നേരെ MCom. ഓക്കെ, MA MCom എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് 10 മണി തൊട്ടിട്ട് 1 മണി വരെ. അപ്പോൾ നമുക്ക് എവിടെയാണ് MCom ലാസ്റ്റ് ഉണ്ടായിരിക്കും. MA ഹിസ്റ്ററി, MA സോഷ്യോളജി, MA എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, MCom. സോ നിങ്ങളുടെ ഫസ്റ്റ് എക്സാം വരുന്നത് 12 തീയതിയാണ്, റിസർച്ച് മെത്തഡോളജി. സാറ്റർഡേ ആണ് വരുന്നത് ആദ്യത്തെ എക്സാം. അതിനുശേഷം 27 തീയതിയാണ് നെക്സ്റ്റ് എക്സാം, ബിസിനസ് എത്തിക്സ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ്. ദെൻ പിന്നത്തെ എക്സാം വരുന്നത് മെയ് 3 തീയതിയാണ്, ലീഗൽ ആസ്പെക്ട്സ് ഓഫ് ബിസിനസ്. മെയ് 11 തീയതി ബിസിനസ് അനലിറ്റിക്സ്. ലാസ്റ്റ് എക്സാം മെയ് 17 തീയതി പ്രാക്ടിക്കൽ ടാക്സേഷൻ. സോ ഇതാണ് പുതുക്കിയ ടൈം ടേബിള്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. BCAയുടെയൊക്കെയാണ് കേട്ടോ താഴെ, MA ഹിസ്റ്ററിക്ക്. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തുള്ള സ്മാർട്ട് സ്റ്റഡി വീഡിയോസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും.
നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ടിങ് വീഡിയോസ് നമ്മുടെ ചാനലിലൂടെ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാതെയുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ സിയേഴ്സ് സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.